ത്രികോണമധ്യേ മൂലബിന്ദു കുഴുങ്ങി ഭുജ ഭുജ ത്രിഭുജ ചതുർഭുജ വൈരിൽ തെറ്റി. ഹൈ, തെറ്റിയല്ലോ. അതെ, തെറ്റി. എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. എന്തേലും പ്രതിവിധി ഉണ്ടോ സ്വാമി? സപ്ലിയിൽ റാണി, ആളുകളെ വശീകരിക്കുന്നതിൽ കെങ്കേമി, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ പ്രത്യേക കഴിവ്. എന്നിട്ടും ഗതി പിടിക്കുന്നില്ല അല്ലേ? അതെ സ്വാമി. അഭിനയം വശമുണ്ടോ? ജീവിതത്തിൽ അറിയാം, പക്ഷെ ക്യാമറയിൽ അറിയത്തില്ല. എങ്കിൽ ആ ക്യാമറ എടുത്ത് അറിയാത്ത അഭിനയത്തിൽ ഒരു കാച്ചിലങ്ങ് കാച്ചണം. താനേ വൈറലായിക്കോളും. അതെങ്ങനെ സ്വാമി? ചന്ദ്രികെ, കഴിവില്ലാത്തവരെ കഴിവേറികളാക്കുന്ന സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നീ കാണിക്കുന്ന കോപ്രായം കണ്ട് വിതുമ്പാനും തുളുമ്പാനും ധാരാളം കോമാളികൾ സോഷ്യൽ മീഡിയയിൽ കണ്ണും തുറന്നിരിപ്പുണ്ട്. നീ അത് പ്രയോജനപ്പെടുത്തണം. ആരാ? ഓ, അതെന്റെ എക്സാ. ആത്മാർത്ഥ പ്രണയം? അയ്യേ, അവർ റിച്ച് ആയിരുന്നു, ഇപ്പൊ പൊട്ടി പാപ്പരായി. അപ്പൊ ഞാൻ ബ്രേക്കപ്പായി. ഇപ്പൊ കോംപ്രമൈസിനെ വിളിക്കുന്നതാ. വിനാശകാലേ അപാര ബുദ്ധി. സ്വതസിദ്ധമായ ഒരു കഴിവുണ്ടായിട്ടാണോ നാട്ടിൽ അവസരങ്ങൾ തപ്പി നടക്കുന്നത്? നിന്റെ ഈ പ്രവൃത്തി തന്നെയാണ് നിന്റെ തൊഴിൽ. പക്ഷെ നേരെ ചെയ്യുന്നില്ലെന്ന് മാത്രം. മട്ടനിൽ നട്ടലില്ല എന്ന് കേട്ടിട്ടില്ലേ? നട്ടല് പണയം വെച്ചാൽ കിട്ടുന്നത് വെച്ച് മട്ടൻ അടിക്കാം. ശിവ ശിവ, പറയുന്നതിനിടയ്ക്ക് നോൺ വെജ് കയറി കൊള്ളും. ഉറക്കണേ. മനസ്സിലായില്ല സ്വാമി. ഒറ്റയാന്മാരെ, അതായത് ഒറ്റത്തടിയന്മാരെ തേക്കുന്നതിനേക്കാൾ ലാഭം കെട്ടിയവന്മാരെ തേക്കുന്നതാണ്. അവരുടെ ബലഹീനതയെ നീ ചൂഷണം ചെയ്താൽ നീ ഒറ്റയടിക്ക് കോടീശ്വരിയാകും. ഏത്? അങ്ങനെയുള്ളവരെ എങ്ങനെ കണ്ടുപിടിക്കും? മോളെ, കബഡി നിരത്തുന്നവന്റെ കൂടെ കബഡി കളിക്കരുതേ. അതിപ്പോ കെട്ടിയോമാരും എന്റെ ലിസ്റ്റിലുണ്ട്. അത്യുത്തമം. എന്നാൽ ആ വഴിക്കൊന്ന് നോക്കൂ. വിജയം സുനിശ്ചിതം. വിജയിച്ചാൽ നമ്മളെ മറക്കരുത്. ഉറപ്പായി. ഓം ശുക്രാംബരധനം വിഷ്ണും ശശീടവണ്ണം ചതുർഭുജം പ്രസന്നവടയും ചായേ. എത്ര കിട്ടി? 500 കിടുക. കള്ള സ്വാമി, ഇയാൾ എന്നെ പറ്റിക്കുമെന്ന് എനിക്കറിയാം. ഇയാൾക്ക് ഇവിടെ തിരിയും കത്തിച്ച് കവടെ നിർത്തി ഇരുന്നാൽ മതി. ആ പൊരി വെയിലത്ത് പോയി കഷ്ടപ്പെട്ട് ഡീറ്റെയിൽസ് എടുക്കണത് ഞാനാണ്. എടാ, അത് പിന്നെ മാസാവസാനം എല്ലാം കൂടെ ഒരുമിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ച്. ഉവ്വ, കിട്ടുമെന്ന് എനിക്കറിയാം. പിന്നെ അടുത്ത വരാൻ പോണ ഒരു ഭാര്യയും ഭർത്താവുമാണ്. അയാളാണെങ്കിൽ ഒരു മുരടൻ. രണ്ടുപേരും ഈ നാട്ടുകാരല്ല. ആ പെണ്ണാണെങ്കിൽ ഒടുക്കത്തെ ഭക്തി. അവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി അവരുടെ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട് അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും വിളിക്കുമായിരിക്കും, നോക്കാം. അയ്യോ, അവരിത്ര നേരത്തെ എത്തിയാ? നിങ്ങളൊരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും പിടിച്ചെന്നില്ലേ, ഞാൻ ആ കൂട്ടുകാരൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് കിട്ടുമെന്ന് ചോദിച്ചിട്ട് വരാം. ഓക്കെ? വരൂ വരൂ, അല്പം നേരത്തെ ആണല്ലോ. പെട്ടെന്ന് കത്തിയായിട്ട് പോവാന്ന് വിചാരിച്ച്. അകത്തേക്ക് ചെന്നാലും സ്വാമി റെഡി. ഹായ്, ഹരിയാ, ഇരിക്കുക. കസേരയൊന്നുമില്ല, ചീപ്പ് സെറ്റപ്പ് തന്നെ. സ്വാമി, ഇങ്ങോട്ടൊന്നും പറയണ്ട, നാം എല്ലാം മനസ്സിലാക്കുന്നു. ഈ നാട്ടുകാരല്ല അല്ലേ? അതെ സ്വാമി, ഞങ്ങള് കോട്ടയംകാരാ. ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതാ. സർക്കാർ ജോലി അല്ലേ? അല്ല, IT ഫീൽഡ്. അല്ല, സർക്കാർ ജോലി അല്ല. പ്രശ്നത്തിൽ നിങ്ങൾക്ക് സർക്കാർ ജോലിയുടെ യോഗം കാണുന്നില്ല. ഓ, വേണമൊന്നുമില്ല, എനിക്ക് PSC ചെയ്തണോടോ. നീയവൻ മുടയാണല്ലോ. ഡീറ്റെയിൽസ് തന്നിപ്പോയവൻ എവിടെ പോയി കിടക്കുന്നോ എന്തോ. അതെ, എനിക്ക് ഇമ്മാതിരി പരിപാടികൾക്കൊന്നും വിശ്വാസമില്ല. പിന്നെ ഇവിടെ നിർബന്ധിച്ചിട്ടാ. അതെന്താ മോളെ? സ്വാമി, കാശിന് ഒരു കുറവില്ല. പക്ഷെ വരുന്ന എല്ലാം എങ്ങോട്ടോ ചെലവായി പോവുക. ആരുടെ കയ്യിൽ നിന്നാ ഒഴുകുന്നത്?
ദേ ഇങ്ങാരുടെ ആട്ടെ, നിങ്ങൾക്ക് എങ്ങോട്ടാ ഒഴുകുന്നേ? അത് പല വഴിക്ക് ഒഴുകും. നിങ്ങളല്ലേ സ്വാമി ഈ കവടി ഉരുട്ടി കണ്ടുപിടിക്കും. ചുമ്മാ ഇരിക്കൂ. ഈ ജോലിയുടെ കൂടെ ഓവർ ടൈം കൂടെ സ്റ്റാർട്ട് ചെയ്താ പിന്നെ സ്വാമി ഇങ്ങനെ. പണം നന്നായി ഒഴുകുമ്പോൾ എന്തിനാ ഓവർ ടൈം സ്ട്രെസ്സൊക്കെ? ഓവർ ടൈം ചെയ്യുന്നോണ്ടാണ് ഈ പണം ഒഴുകി വരുന്നത്. ഇയാളിത് എവിടുത്തെ സ്വാമി? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ ഇങ്ങോട്ട് വരണ്ടാന്ന്. സെറ്റപ്പ് കണ്ടാ അറിയാം ഫ്രോഡാണ്. ശിവ ഇതുപോലുള്ള പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ നീറ്റായി ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കില്ല പുത്ര. ഓ അതെയോ? അങ്ങനെയാണെങ്കിൽ ഈ വേദങ്ങളൊക്കെ എവിടുന്നാ പഠിച്ചത്? അത് ജന്മസിദ്ധമായ വരദാനമാണ് ഞാൻ തൊഴിലായി സ്വീകരിച്ചത്. പിന്നെ കാരണവന്മാരുടെ അനുഗ്രഹവും. അപ്പൊ പാരമ്പര്യമായിട്ട് ഫ്രോഡ് തന്നെ. സെടാൻ അവനെ കാണുന്നില്ലല്ലോ. അധിക നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ വല്ലാണ്ട് നമ്മളെ പരിഹസിക്കുന്നു. വർഷം കുറെയായി നോമി പരിപാടിക്ക് ഇറങ്ങിയിട്ട്. അറിയോ? ഹലോ. ആ ഓ ഓക്കെ. നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചതായി നോം കാണുന്നു. വാഹനാപകടം. അതെ, കുറച്ച് മാസമായി. കണ്ടോ റോഡായ അപകടം വരും. ഇതാണോ ഇത്ര വലിയ കാര്യം? അപകടത്തിൽ ഒടിവുകൾ സംഭവിച്ചെന്നാണ് കാണുന്നത്. അപകടം പറ്റിയ ചിലപ്പോ കൈയൊടിയും ചിലപ്പോ കാലൊടിയും. അടുത്തത് പറ. ചൊവ്വാദോഷക്കാരാണ് രണ്ടുപേരും അല്ലേ? സ്വാമി. നീ ഒന്ന് ചുമ്മായി. എന്തോന്ന് സ്വാമി ഇത്? പ്രശ്നത്തിൽ ആദ്യം കാണേണ്ടത് ഇപ്പോഴാണോ എഴുന്നള്ളിക്കുന്നത്? എന്നിട്ട് ചാമി എന്ന് പേരും. അവൻ ഒരു രീതിക്ക് അടുക്കുന്നില്ലല്ലോ ഈശ്വരാ. ഹലോ. ചന്ദ്രിക. ചന്ദ്രികയിലെളിയുന്നു ചന്ദ്രകാന്തം, അവൾ നിൻചിരയിലെളിയും നിന്റെ ജീവൻ എന്റെ കയ്യിൽ. അല്ല, ഈ ചന്ദ്രികയെ ചന്ദ്രിക, ചന്ദനത്തിൻ മണമുള്ള ചന്ദ്രിക, അതിനെ ഒന്ന് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ എന്ന് കവടി നിരത്തി ഞാനൊന്ന് നോക്കിയതാ. ചന്ദ്രികയുടെ പൂർണ്ണ ഭാവങ്ങൾ ഏറ്റു നടക്കുന്ന ഒരു ചന്ദ്രകാന്ത കഥ ഞാൻ പറഞ്ഞു തരാം. സ്വാമി, എനിക്കെല്ലാം മനസ്സിലായി. അങ്ങൊരു ദിവ്യൻ തന്നെ. എന്തൊരു തേജസ്. ചന്ദ്രകാന്തം തീർത്തിട്ട് മതി. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല സ്വാമി. എനിക്കിപ്പോ എല്ലാം ബോധ്യമായി. അങ്ങയുടെ അഖണ്ഡ ജ്ഞാനം എന്റെ ഉള്ളിൽ പതിച്ചു. ഇനിയും എന്നെ പരീക്ഷിക്കരുത്. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് പതിച്ചു? മനസ്സിൽ പെട്ടെന്നൊരു ദിവ്യ ദൃഷ്ടി വന്നു. നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. സമാധാനിക്കൂ. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായി ഞാനൊരു പൂജ അങ്ങ് പറഞ്ഞു തരാം. പരിഹരണേ. വിളിച്ചോ സ്വാമി? കന്യകയുടെ ദൃഷ്ടിയിൽ നിന്ന് മോചനം ലഭിക്കാൻ നമുക്ക് ആ 25,000 രൂപയുടെ മായാമോഹിനി കുംഭം അങ്ങ് നടത്തിയാലോ? 25,000 പോര സ്വാമി. ചന്ദ്രിക വരാതിരിക്കാനുള്ള പുഷ്പാർച്ചനയും ഗുണവധികാരത്തിനുള്ള പ്രതിവിധി ഹോമവും ശിക്ഷാദഹനവും
അഹങ്കാരമുക്തിയും എല്ലാം ചേർന്ന ഒരു 50,000 രൂപയുടെ സംഹാര താണ്ഡവം തന്നെ വേണ്ടേ? ചന്ദ്രിക ദേവിയാണോ സ്വാമി? സ്വാമി പിന്നെ ഉഗ്രരൂപണിയാ, ദോഷം മാറണ്ടേ? 50 50. ഈ ദോഷം എനിക്കിനി ഒരു പ്രശ്നമാകരുത്. പൂജാബിംബം എഴുതുന്നു, താനേ നട തുറന്നു. ഉദരനിമിത്തം ബഹുമൃതവേഷം.